അതിരപ്പള്ളി പെരിങ്ങൽകുത്തിൽ സ്കൂളിലെ കഞ്ഞിപ്പുര തകർത്തിരിക്കുകയാണ് കാട്ടാന. പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കഞ്ഞിപ്പുരയാണ് ആന തകർത്തത്. കഞ്ഞിപ്പുരയിലെ അരി തിന്നുകയും പാത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കാട്ടാന ഭീഷണിയുള്ള പ്രദേശത്തെ സ്കൂളിന് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. വിവരങ്ങളുമായി സാനു കെ സജീവ് തന്നെയാണ് ചേരുന്നത്. സാനു, വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ, അതിപ്പോൾ പുലിയാണെങ്കിലും ശരി, കടുവയാണെങ്കിലും ശരി, ആനയാണെങ്കിലും ശരി, ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇത് തടയാനുള്ള എന്തെങ്കിലും ഒരു നടപടി വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നാകട്ടെ ഉണ്ടാകുന്നുമില്ല. വനം വകുപ്പ് മന്ത്രിയൊക്കെ ഇടയ്ക്ക് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില പ്രകടനങ്ങളും ചില പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിപ്പോകുന്നതല്ലാതെ ഈ വനയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. സാനു, കഴിഞ്ഞ ദിവസമാണ് ഈ അതിരപ്പള്ളിയിലെ കാട്ടാന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. വൈശ്ശേരിയിലടക്കം നമ്മൾ വാർത്തകൾ ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഉള്ളതാണ്. വൈശ്ശേരിയിൽ കർഷകനായിട്ടുള്ള മോഹനനെ കാട്ടാന ചവിട്ടിക്കൊല്ലുക, അതിനെ തുടർന്ന് വലിയ ദൗത്യം 100 ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ദൗത്യമൊക്കെ അതിരപ്പള്ളിയിൽ ഫോറസ്റ്റ് നടത്തിയിരുന്നു, വനംവകുപ്പ് നടത്തിയിരുന്നു. അതൊന്നും ഫലമായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ വനംവകുപ്പിന് നേരെ അക്രമം ഉണ്ടായെങ്കിൽ ഇത് അതിരപ്പള്ളി പെരിങ്ങൽകുത്തിൽ സ്കൂളിലെ കഞ്ഞിപ്പുരയാണ് കാട്ടാന തകർത്തിട്ടുള്ളത്. പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കഞ്ഞിപ്പുര തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന അരി ഈ കാട്ടാന എടുത്ത് ഭക്ഷിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തി. വലിയ രീതിയിലുള്ള കാട്ടാന ആശങ്കയിലൂടെയാണ് ഈ അതിരപ്പള്ളിയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. കാട്ടാനക്കലിയിൽ നിരവധി ആളുകൾ അവിടെ പിടഞ്ഞൊടുങ്ങിയിട്ടും അവിടെ ആ ഒരു വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. മോഹനന്റെ മരണത്തോടുകൂടി ഈ ഒരു പ്രത്യേക ദൗത്യം വനം വകുപ്പ് അവിടെ നടത്തിയിരുന്നു. 100 ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കിക്കൊണ്ട് ആളെ കൊല്ലി കാട്ടാനകളെ കാട്ടിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ തുടർച്ചയായിട്ട് അതിരപ്പള്ളിയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. പ്രജിത്തെ.